നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ അപ്പുറത്ത് ശങ്കരനും നല്ല ഉറക്കമാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും നമ്മളെ കുഞ്ഞൂസും മേട്ടും നല്ല ഉറക്കമായിരിക്കും. ഒരാൾ കൂട്ടിലുണ്ട്, ഒരാൾ കൂടിൻ്റെ ബേക്കിലുണ്ട്. എന്താ ചെയ്യുക, ആളെ ഫാനൊന്ന് കേട് വന്നതിൻ്റെ പ്രതിഷേധമാണ്. നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും മേട്ടൂൻ്റെ 2 ദിവസത്തെ പ്രതിഷേധം. പിന്നെ നേരെ അകത്ത് പോയി ഞാൻ ഇന്നലെ ശങ്കരന് വാങ്ങിച്ചില്ല ടോയാണ് കേട്ടോ. അതെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവർ എണീക്കുന്നുണ്ടാവുമെന്ന്. പക്ഷെ നല്ല ഉറക്കമായതുകൊണ്ട് അവർ എണീറ്റിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അങ്ങനെ നോക്കിയിരുന്നതിന് ശേഷമാണ് നമ്മളെ ശങ്കരനും എണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. എണീറ്റ പാടന്നെ അവരെ പുറത്തിറക്കി ഒരു ടോയും കാര്യങ്ങളൊക്കെ കാട്ടി കൊടുത്തു, മുറ്റത്തിട്ട് കറക്കി. അതിൽ ലൈറ്റ് വരുന്നത് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, കടിക്കുന്നുണ്ട്. ഞാൻ എടുത്ത് കടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് വായിൽ കിട്ടുന്ന സാധനമാണെന്ന്. പക്ഷെ അത് അങ്ങനെയൊന്നും കടിച്ച് എടുക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആദ്യം ഒന്നങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം 2 പേരും കളിക്കുന്നുണ്ട്. പിന്നെ ശങ്കരൻ ഇച്ചിരി സാമർത്ഥ്യം കൂടുതലായതുകൊണ്ട് തന്നെ അവൻ അതും കൊണ്ട് അങ്ങോട്ട് പോയിട്ടോ. ശങ്കരയ്ക്ക് പിന്നെ പരാതിയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് പോയി അത് കളിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ടോയും കൂടി ഇപ്പം ഇങ്ങോട്ട് കൊടുക്കുക, 2 പേരും 2 കൊണ്ട് അങ്ങോട്ട് കടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അകത്ത് പോയിട്ട് മറ്റേത് എടുത്ത് വന്നപ്പോൾ ശങ്കരി വാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളങ്ങോട്ട് ഓടി വന്നിട്ടോ. ആൾക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൾക്ക് മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്ന ശങ്കറിന് 2 വേണം എന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. 2 വായയിൽ കടിച്ച് പിടിച്ച് നടക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ ഇപ്പം ചെയ്യുക, കുറച്ച് നേരം അങ്ങോട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇന്ന് അവർ തീരെ കൂട്ടുന്ന പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. യാത്രാക്ഷീണം കാര്യങ്ങളായിട്ട് ഞാനും കുറച്ച് സൈഡായിരുന്നു, തലേ ദിവസം അവരും സൈഡായിരുന്നു. മൊത്തത്തിൽ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് കൂളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടോയ് കിട്ടിയപ്പോൾ കാര്യമായിട്ട് 2 പേരും ആ ടോയും ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ആ ടോയ് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഒന്നിനും പറ്റൂല എന്ന്. കാരണം അമ്മാരി പരിപ്പാണ് 2 പേരും അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവരതും കൊണ്ട് കളിക്കുന്നത് കണ്ടിരിക്കാൻ കേട്ടോ. മറ്റവർ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഇതൊന്നും വക വയ്ക്കുന്നില്ല. അതല്ല, ഇവരിങ്ങനെ പുറത്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞുസ് ഭയങ്കര ബഹളമൊക്കെ വെക്കാറുണ്ട് കേട്ടോ. നല്ല ഉറക്കത്തിലവരും. അതുകൊണ്ട് ഇത് കാണാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് ഇവരെ കളിയും ചിരിയൊക്കെ കാണാൻ വേണ്ടി കേട്ടോ. അപ്പം അതുമാനോ ഇത് വേണമെന്നുള്ളൊരു സംശയത്തിലാണ് പല തവണയും നമ്മളെ ശങ്കരനുണ്ടായിരുന്നത് കേട്ടോ. ഒരു ബോളിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ കളിക്കുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അഥവാ അത് പൊട്ടി വായിൽ പോയാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരുന്നു. എന്തായാലും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്.